സംഘർഷങ്ങൾക്കിടെ ജമ്മുവിൽ നിന്ന് ഡൽഹിയിൽ എത്താനാവാതെ ശ്രീനഗർ NITയിലെ മലയാളി വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. 18 വിദ്യാർത്ഥികളുടെ യാത്രയാണ് അനിശ്ചിതത്വത്തിലായത്. സുരക്ഷിതമായി നാട്ടിലെത്താൻ സർക്കാരിന് അടിയന്തര ഇടപെടൽ വേണം എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. സംഘർഷ സാഹചര്യത്തെ തുടർന്ന് ജമ്മു കശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കില്ല എന്നാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമുള്ള ഒരു തീരുമാനം. ഈ ഒരു ഘട്ടത്തിൽ ജമ്മു കശ്മീരിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ശ്രീനഗർ NITയിലെ വിദ്യാർത്ഥികളാണ്. എന്താ പേര്? എൻ്റെ പേര് നിത. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. എന്താ പഠിക്കുന്നത് ഇവിടെ കോഴ്സ്? ഞാനിവിടെ MSc ഫിസിക്സ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ പോവാൻ തയ്യാറായി, വാഹനമൊക്കെ ആയി? അതെ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വരെ അങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇട്ടെറിഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ഫ്യൂച്ചർ ഇതിലാണ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രൊജക്ട് വർക്ക് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. കാരണം NITൻ്റെ ഉള്ളിലൊന്നും അത്ര വലിയ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഒരു 6-6:30 ആയ സമയത്ത് എല്ലാവരും പോവാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല തമിഴ്നാട്ടിലെ വിദ്യാർത്ഥിനികളെയൊക്കെ നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്ത് ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ അവരെല്ലാവരും അവരുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അറേഞ്ച് ചെയ്താന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് തന്നെ വാഹനം അറേഞ്ച് ചെയ്തു. അതെ. ഏകദേശം അവർ നല്ല കോണ്ടാക്റ്റിൽ തന്നെയാണുള്ളത്. അങ്ങനെ ഇവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം 2 ആഴ്ച മുമ്പെങ്ങാനും അവിടുന്ന് ഒരു IAS ഓഫീസർ എല്ലാം വന്നിട്ട് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ മൂപ്പരും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹി ഇവരെത്തുമ്പോഴേക്കും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെയാണ് ഇവരെല്ലാവരും പോവാണ് എന്നുള്ളൊരു ഇതിലെത്തിയപ്പോഴാണ് പിന്നെ ഞങ്ങൾ മാത്രം ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ ആയത്. അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞങ്ങൾ പിന്നെ എല്ലാ കാര്യങ്ങളും പോകാം എന്നുള്ള രീതിയിലൊക്കെ ആയത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ജമ്മു വരെ പോകാനുള്ള വണ്ടി ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പേരെന്താ? നഫ്സി. എന്താ പഠിക്കുന്നത്? ഞാനിവിടെ MSc ചെയ്യാണ്. കൊല്ലത്തു നിന്നാണ് വരുന്നത്. നിങ്ങളിപ്പോൾ ഏത് റൂട്ടിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടുന്ന് ജമ്മു പോകുന്നു. ജമ്മുന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തേക്ക് പോകാനാണ് കരുതുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ജമ്മു വരെ എത്താനുള്ള സോഴ്സ് ഉണ്ട്. പക്ഷേ ജമ്മുന്ന് ഡൽഹി എത്താൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത് കാരണം അറേഞ്ച്മെന്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാവരും രാവിലെ നോർമലി എണീക്കുന്ന പോലെ എണീറ്റ് അപ്പം പിന്നെ ഇവിടെ അടുത്തും കുറച്ച് അറ്റാക്കും കാര്യങ്ങളും നടന്ന് അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ നിലവിൽ ജമ്മു വരെ എത്താനുള്ളൊരു സോഴ്സ് നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ കൺട്രോൾ റൂമിനെ എല്ലാം രാവിലെ തന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. കൺട്രോൾ റൂമിൽ കേരള സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഡൽഹി വരെ എത്തുക, ഡൽഹിയിൽ നിന്ന് ബാക്കി പോകാമെന്നാണ്. അല്ലാതെ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള കൺട്രോൾ റൂമിന്റെ നമ്പർ എല്ലാം തന്നു. പക്ഷേ ഇവരാരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ശ്രീനഗർ കൺട്രോൾ ഏരിയ ഒന്നും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അവർ പറയുന്നത് ജമ്മു വരെ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ജമ്മു വരെ റോഡിൽ പോകാം, ബാക്കി കാര്യങ്ങൾ അവർക്കറിയില്ല. ആ ഒരു രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യം എന്നുള്ളത് ജമ്മുവിൽ നിന്ന് ഡൽഹി എത്തിക്കാനുള്ള ഒരു സംവിധാനം? അതെ, അത് വേണം ഞങ്ങൾക്ക്. കാരണം ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും പോയി തമിഴ്നാട് ഗവൺമെന്റ് തന്നെയാണെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പിന്നെ ഞങ്ങളാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം എന്നുള്ളത്. ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് സ്വന്തം നിലയ്ക്ക് എത്താൻ, ഒറ്റയ്ക്ക് എത്താൻ ഈ വിദ്യാർത്ഥികൾ തയ്യാറാണ്. അതിനായുള്ള സൗകര്യങ്ങൾ, വാഹനം ഇവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് സുരക്ഷ ജമ്മുവിലെ NITയിൽ ആവശ്യമെങ്കിൽ താമസം ഒരുക്കാം, സുരക്ഷ ഒരുക്കാമെന്ന ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താൻ നിലവിൽ യാതൊരു മാർഗവും ഇവർക്ക് കണ്ടെത്താനായിട്ടില്ല. പെട്ടെന്നാണ് യാത്ര തീരുമാനിച്ചത് എന്നതുകൊണ്ട് തന്നെ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ അധികൃതരും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു സൗകര്യം ഒരുക്കാമെന്ന തീരുമാനമോ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തുടർ യാത്ര പ്രതിസന്ധിയിലായാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ശ്രീനഗറിൽ നിന്നും യാത്ര തിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഒരുപാട് വിദ്യാർത്ഥികൾ കാശ്മീരിലും ഡൽഹിയിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഷേർ കശ്മീർ സർവകലാശാല എനിക്ക് ഇത്രയധികം കുട്ടികൾ അവിടെ ഉണ്ട്. എൻ്റെ ആദ്യ അറിവാണത്. എന്തായാലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് അവരോട് പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ പാനിക്കാവേണ്ടതോ നാട്ടിലുള്ള മാതാപിതാക്കൾ ആശങ്കപ്പെടേണ്ടതോ സാഹചര്യമില്ല. അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു സംഘം വിദ്യാർത്ഥികൾ അവിടെ കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയാൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ ജമ്മു ടു ഡൽഹി എത്രയാണ് ബുദ്ധിമുട്ട്, പ്രയാസം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.